നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമായവൻ, ആർത്തനായി വിതുമ്പിയപ്പോൾ മിഴി തുടച്ചവൻ. മരണനിഴലിലും തിരുമാർവിലെന്നെയും കരുണയോടെ ചേർത്തണച്ചോമനിച്ചവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. അനുഗ്രഹങ്ങൾ അനവരതം അനുഭവിക്കയിൽ, കാണുന്നതിൻ മറുവിലയാമരക്കുരിശതിൽ. തിരുനിണത്തിനാലൻ പാപം കഴുകി മാറ്റിയ അരുമനാഥനായി സമർപ്പിച്ചിടുന്നെന്നെയും. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. ആശയറ്റ ജീവിതത്തിൻ കാർമുകിൽ നീക്കി, പ്രത്യാശ ഇന്നൽ മാറിവില്ല എന്നിലുദിച്ച നാഥനൊരുക്കിയിടുന്നൊരു വീടെനിക്കുണ്ട്. കാണുമെൻ്റെ പ്രിയരെ ആ സ്നേഹതീരത്തിൽ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗമെന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. എൻ്റെ യേശു എന്നും എനിക്കെത്ര നല്ലവൻ, എല്ലാം നന്മയ്ക്കായി മാറ്റും സ്നേഹിതൻ. കാൽവരിയിൽ എൻ്റെ ശിക്ഷയേറ്റ രക്ഷകൻ, തുല്യമില്ല സ്നേഹത്തെ വാഴ്ത്തിടുന്നു ഞാൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ,
എന്നുമെന്നും നടത്തുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, അന്ത്യത്തോളം വഹിക്കുവാൻ മതിയായവൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, ക്രൂശിലെനിക്കായി മരിച്ച നല്ല ഇടയൻ. യേശു എത്ര നല്ലവൻ, എന്നേശു എത്ര നല്ലവൻ, വേഗം എന്നെ ചേർക്കാനെത്തും സ്നേഹമണാളൻ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. നമുക്ക് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം മുതൽ. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴം അകലമുണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ടുന്ന വഴി അറിയും. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഈ വഴിക്ക് നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഈ വഴിക്ക് മുൻപേ നിങ്ങൾ പോയിട്ടില്ലല്ലോ. ഒരു പുതിയ വർഷം നമുക്ക് മുൻപിൽ ലഭിച്ചിരിക്കുകയാണ്. ഈ വഴിയെ നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. എന്തെന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്ത ആണ്ടിലെ പുതിയ വർഷം നാം കാണുമോ അത് നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം സംഭവ പരമ്പരകളാണോ വരാൻ പോകുന്നത് അത് നമുക്ക് അറിഞ്ഞുകൂടാ. ഈ വഴിയെ നിങ്ങൾ മുമ്പേ പോയിട്ടില്ലല്ലോ. ഇതുവരെയും പോയിട്ടില്ലാത്ത ഒരു വഴിയിൽ കൂടി നാം പോകാൻ തുടങ്ങുകയാണ്. ഇതുവരെയും നാം സഞ്ചരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ പാത. മൈ കൺവേർഷൻ എന്ന പേരിൽ ടോൾസ്റ്റോയ് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എൻ്റെ മാനസാന്തരം എന്ന പുസ്തകത്തിൻ്റെ പേര് തന്നെ മൈ കൺവേർഷൻ. ടോൾസ്റ്റോയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? ടോൾസ്റ്റോയ് വലിയൊരു നോവലിസ്റ്റാണ്, റഷ്യൻ നോവലിസ്റ്റ്. ടോൾസ്റ്റോയ് ആ പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം തുറന്നു വയ്ക്കുകയാണ്. മൈ കൺവേർഷൻ, എൻ്റെ മാനസാന്തരം. എത്ര ഹീനമായി ജീവിച്ചയാളായിരുന്നു എന്ന് ടോൾസ്റ്റോയ് അതിൽ ഏറ്റുപറയുകയാണ്. വളരെ മോശമായി ജീവിച്ചയാളായിരുന്നു. പക്ഷേ ഒരു സമയത്ത് ക്രിസ്തുവിനെ കണ്ടെത്തുകയും പുതിയ പ്രതിഷ്ഠയെടുക്കുകയും പുതിയ സമർപ്പണം എടുക്കുകയും ചെയ്തു. ടോൾസ്റ്റോയ് ക്രിസ്തു ഭക്തനായി മാറി. പിന്നീട് ടോൾസ്റ്റോയ് എഴുതിയ അന്നാ കരീന എന്ന് പറയുന്ന പുസ്തകം വളരെ സുപ്രസിദ്ധമാണ്. ടോൾസ്റ്റോയുടെ കഥകൾ വളരെയേറെ ഇമ്പകരമായ കഥകളാണ്. 6 അടി മണ്ണ് എന്ന് പറയുന്നൊരു കഥ ടോൾസ്റ്റോയ് എഴുതിയിട്ടുണ്ട്, ഒരു ചെറുകഥ. ടോൾസ്റ്റോയ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഒരു പുതിയ സമർപ്പണം എടുത്തു, പുതിയ ജീവിതം തുടങ്ങി, ഒരു പുതിയ പാതയിൽ കൂടി നടക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിൽ കിട്ടിയിരിക്കുകയാണ്. ഒരു പുതിയ വർഷം. ഈ പുതുവർഷത്തിൽ എന്തെല്ലാം മോഹനമായ പ്രതീക്ഷകളൊക്കെയാണ് നമുക്കുള്ളത്. നല്ല ഭാഷയിൽ പറഞ്ഞാൽ കനകക്കിനാവുകൾ, പലതരത്തിലുള്ളതായ സ്വപ്നങ്ങൾ നമ്മുടെ പലരുടെയും ഹൃദയത്തിലുണ്ട്. പല പ്ലാനിങ്സ്, പല പദ്ധതികൾ നമ്മുടെ മനസ്സിലുണ്ട്. എന്തെങ്കിലും സാധിക്കുമോ അറിഞ്ഞുകൂടാ. നമ്മുടെ പദ്ധതികൾ നിറവേറുമോ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പുതിയ ജീവിതം, ഒരു പുതിയ വഴി. ഈ വഴി ഏതെങ്കിലും മുമ്പേ പോയിട്ടില്ലല്ലോ. മുമ്പേ പോകാത്തതായി ഈ വഴിയിൽ കൂടി പോകണമെങ്കിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ കരത്തിൽ നാം പിടിക്കണം. ക്രിസ്തുവിൻ്റെ കരത്തിൽ നിന്നും തട്ടി മാറ്റരുത്. ക്രിസ്തുവിൻ്റെ കരം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനം. കരമെന്ന് പറഞ്ഞാൽ കൈ എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ കൈ, ക്രിസ്തുവിൻ്റെ വചനമാണ്. ക്രിസ്തുവിൻ്റെ വചനം എന്ന് തട്ടി മാറ്റരുത്. വചനത്തോടുള്ളതായ ദാഹവും വചനത്തോടുള്ളതായ ആർത്തി നമുക്ക് വരണം. വചനത്തിന് വേണ്ടിയുള്ളതായ ദാഹം, വചനത്തിന് വേണ്ടിയുള്ളതായ ആർത്തി നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. വചനം ഒരിക്കലും നാം തട്ടി മാറ്റരുത്. വചന ശുശ്രൂഷകൾ നാം കളഞ്ഞു കളയരുത്. വചന ശുശ്രൂഷകൾ നമുക്ക് ടി വിയിൽ കൂടി കിട്ടുന്നതായ പ്രസംഗങ്ങൾ ഒരിക്കലും നാം നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പോൾ നമുക്കതിൻ്റെ വില മനസ്സിലായില്ലെങ്കിൽ പോലും അതെല്ലാം വിലയേറിയ അനുഭവങ്ങളായി നമുക്ക് മാറും. വിലപ്പെട്ടതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും.
ഈ അടുത്തൊരു അവസരത്തിൽ ഞാൻ ടി വിയിൽ ഒരു പ്രസംഗം ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ നാവിൽ കൂടിയാണ് പ്രസംഗം വന്നത്, പക്ഷേ അതിലെ ആശയങ്ങൾ എനിക്ക് പുതുമയുള്ളതായിട്ട് തോന്നി. പുതുമയുള്ളതായിട്ട് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ അറിവിലുള്ളതാണ്, പക്ഷേ അതിലെ ആശയങ്ങൾ പുതുമയുള്ളതായി തോന്നി. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവിൻ്റെ തീ അതിലുണ്ടായിരുന്നു. നിങ്ങളും പ്രസംഗം ശ്രദ്ധിക്കുന്നവർക്കറിയാം, പരിശുദ്ധാത്മാ തീ അതിലുണ്ടായിരുന്നു. ആത്മാവിൻ്റെ തീയ് ഈ പുതുവർഷത്തിൽ ക്രിസ്തുവിൻ്റെ കരത്തിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ക്രിസ്തുവിൻ്റെ കരത്തിൽ പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ ക്രിസ്തു നമ്മെ നേർപാതയിൽ നടത്തും. തിരുവചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ പോയിട്ടില്ലാത്ത വഴിയിൽ കൂടെയാണ് പോകുന്നത്, പക്ഷേ ആലോചന പറഞ്ഞു തരും. ദൈവത്തിന് സ്തോത്രം. എത്രയെത്ര അനുഭവങ്ങളാണ് നമുക്ക് ഓരോരുത്തരും കിട്ടിയിട്ടുള്ളത്. എനിക്കറിയാം, നിങ്ങൾ പലർക്കും അനുഭവങ്ങളുണ്ട്. ദൈവം ആലോചന പറഞ്ഞ് നടത്തിയ അനുഭവങ്ങൾ, വ്യക്തമായി തൊട്ട് നടത്തിയ അനുഭവങ്ങൾ, എത്രയെത്ര അനുഭവങ്ങൾ. ഈ ഓരോ അനുഭവങ്ങളിൽ കൂടെയും നമുക്ക് പാഠങ്ങൾ പഠിക്കുകയാണ്, അനുഭവങ്ങൾ നേടുകയാണ്. കർത്താവായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പുതുജീവിതം തുടങ്ങുകയാണ്. ഈ വഴിയെ മുമ്പേ നിങ്ങൾ പോയിട്ടില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നവീകരണ പ്രസ്ഥാനത്തിൻ്റെ റിഫോർമേഷൻ, നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂതർ പറഞ്ഞു, ഈ പുതുവർഷത്തിൽ ഞാനൊരു തീരുമാനമെടുക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ മൂലം ആരുടെയും കണ്ണ് നനയരുത്. ഞാൻ മൂലം ആരുടെയും കണ്ണ് നനയാൻ ഇടവരരുത്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഹാപ്പി ന്യൂ ഇയർ, ഗ്രാൻഡ് ദാറ്റ് ഐ മേ ബ്രിങ് നോ ടിയർ ടു എനി ഐ. ഞാൻ മൂലം ആരുടെയും കണ്ണിൽ നനവ് വരരുത്, ഞാൻ മൂലം ആരും വേദനിക്കേണ്ട വരരുത്. ഈ പുതുവർഷത്തിൽ ഞാൻ പ്രതിഷ്ഠയെടുക്കുകയാണ് എന്ന്. മാർട്ടിൻ ലൂതറിനെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ മാർട്ടിൻ ലൂതറിൻ്റെ പരിശ്രമഫലമായിട്ട് വലിയൊരു ആധ്യാത്മിക നവോത്ഥാനം സമൂഹത്തിലുണ്ടായി. ആത്മീയമായ വലിയൊരു നവോത്ഥാനം, റിഫർമേഷൻ. മാർട്ടിൻ ലൂതർ ഞാൻ മൂലം ആരുടെയും കണ്ണ് നനയാൻ ഇടവരരുതെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹം പറയുകയാണ്, ഹാപ്പി ന്യൂ ഇയർ, പുതുവർഷം, സന്തോഷത്തിൻ്റെ പുതുവർഷം. ഹാപ്പി ന്യൂ ഇയർ, ഗ്രാൻഡ് ദാറ്റ് ഐ മേ ബ്രിങ് നോ ടിയർ ഇൻ ടു എനി ഐ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മെറി ക്രിസ്തുമസ് എന്നും ഹാപ്പി ന്യൂ ഇയർ എന്നും പറയും. പക്ഷേ നാം ആരും മെറി ന്യൂ ഇയർ എന്ന് പറയില്ല. അതെന്തായിരിക്കാം? മെറി ന്യൂ ഇയർ എന്ന് പറയുന്നില്ല, ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും. മെറി അല്ല, അത് മെറിമെൻ്റ് അല്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂ ഇയർ ഒരിക്കലും ആർഭാടത്തിനുള്ളതല്ല, ഒരിക്കലും ആഘോഷത്തിനുള്ളതുമല്ല. അത് പുതുപാത തിരഞ്ഞെടുക്കുന്ന അനുഗ്രഹീതമായ പാതയാണ്, അനുഗ്രഹീതമായ വഴിയാണ്, അനുഗ്രഹീതമായൊരു സരണിയാണ് പുതിയ പാത. ദൈവത്തിന് സ്തോത്രം. യോശുവ എന്നത് പറയാൻ കാരണം, യോശുവയുടെ മുന്നിൽ വലിയൊരു ടാസ്ക്, വലിയൊരു കഷ്ടപ്പാട് കിടക്കുന്നു, വലിയൊരു അധ്വാനം. അങ്ങ് മിസ്രൈമിൽ നിന്ന് വരുന്നതായ ജനത്തെ മോശ നടത്തിക്കൊണ്ട് വന്നു. മോശ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഇനി ജനത്തെ നടത്താൻ ദൈവം നിയോഗിച്ചത് യോശുവയാണ്. വലിയൊരു പ്രാരബ്ധം യോശുവയുടെ തലമേൽ വന്നു, വലിയൊരു ഭാരം, വലിയൊരു പ്രാരബ്ധം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ചുമലിൽ വലിയ പ്രാരബ്ധങ്ങളുണ്ട്, വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്, വലിയ ചുമതലകളുണ്ട്. ഒരു കുടുംബം കെട്ടിപ്പടുക്കുക പാരമ്പര്യ ചുമതല തന്നെയാണ്. നാം ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ നിന്ന് വേല ചെയ്യുക, അത് ഭാരിച്ച ചുമതലയാണ്.
നാം ഒരു അലസരായി പോകേണ്ടവരല്ല. നാം എല്ലാം ഉത്തരവാദിത്വ ബോധത്തോടെ ദൈവത്തിൻ്റെ വേലയിൽ അത്യുത്സുകരായി മുന്നോട്ട് വരേണ്ടവരാണ്. കർത്താവായ യേശു ക്രിസ്തു തമ്മിൽ ചില വേലകൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓരോരുത്തരിലും കർത്താവ് ആശ വച്ചിരിക്കുന്നുവെന്ന്, വലിയ പ്രതീക്ഷ വച്ചിരിക്കുന്നുവെന്ന്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഓരോരുത്തരും വലിയ പ്രതീക്ഷ വച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരിലും. എന്നിലാകാനിടയില്ല, എനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അത് പിശാച് തരുന്ന ചിന്തയാണ്. ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരിലും കർത്താവ് വലിയ കാര്യങ്ങൾ പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. വലിയ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തെ വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കില്ല. അതിനേക്കാൾ അപ്പുറം ഒരു ദേശത്തെ വീണ്ടെടുക്കുകയായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. ഒരു സമൂഹത്തെ വീണ്ടെടുക്കുകയായിരിക്കും ദൈവം ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ തൻ്റെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ഒരു ദേശത്തിൽ ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിരിക്കും കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരാളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് അനേകരെ ഉദ്ധരിക്കാനായിരിക്കും കർത്താവ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരാളിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ചിലരുടെ എല്ലാം ദുസ്വഭാവങ്ങൾ മാറ്റാനായിരിക്കും കർത്താവ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയോ കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയോടെ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്, വലിയ പ്രതീക്ഷയോടെ. അതുകൊണ്ടാണ് ഓശാന പെരുന്നാൾ ദിവസം നാം വായിക്കുന്നത്, ഇതിനെ അഴിച്ചുവിടുന്ന എന്തിനെന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുവിൻ. ആവശ്യമുള്ളത് കൊണ്ടാണ് അഴിച്ചുവിടുന്നത്. നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിന് ആവശ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ഹൃദയത്തെ തൊട്ടുകൊണ്ടിരിക്കുക ഈ വാക്യം. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവിന് നിങ്ങളെക്കൊണ്ട് ആവശ്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവ് നിങ്ങളെ തള്ളിക്കളഞ്ഞിട്ടില്ല. നിങ്ങൾ വിശ്വസിക്കൂ, കർത്താവിന് നിങ്ങളെ സ്നേഹമാണ്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ അപകർഷതയെല്ലാം മാറ്റിക്കളയൂ. ക്രിസ്തു നിങ്ങളെ തേടി വന്നിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങളുടെ ആകുലങ്ങളും അവലാധികളും എല്ലാം ക്രിസ്തു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. എല്ലാറ്റിനുള്ള പരിഹാരവും ക്രിസ്തുവിൻ്റെ പക്കലുണ്ട്. സ്തോത്രം. എല്ലാറ്റിനുള്ള പരിഹാരം ക്രിസ്തുവിൻ്റെ പക്കലുണ്ട്. നിങ്ങളുടെ ആകുലതയേറിയ ജീവിതത്തിൽ, കഷ്ടപ്പാട് പറ്റിയ ജീവിതത്തിൽ പരിഹാരവുമായി ക്രിസ്തുവിൻ്റെ അരികിലേക്ക് വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു പ്രവർത്തിക്കുന്നു, യേശുക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു. യേശുക്രിസ്തു പറയുന്നു, എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. ഇതുവരെ നീ പോകുന്ന വഴിയിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ വഴിയിൽ കൂടി നീ പോകാൻ പോവുകയാണ്. ഒരു പുതിയ വഴി. ദൈവത്തിന് സ്തോത്രം. വില്യം ആർതർ വാർഡ് എന്ന ഒരു ആംഗ്ലേയ കവി എഴുതി, അനദർ ഫ്രഷ് ന്യൂ ഇയർ ഈസ് ഹിയർ. ഒരു പുതിയ വർഷം ഇതാ വന്നിരിക്കുന്നു. അനദർ ഫ്രഷ് ന്യൂ ഇയർ ഈസ് ഹിയർ, അനദർ ഇയർ ടു ലീവ്. ജീവിക്കാൻ ഒരു പുതിയ വർഷം. ടു വാനിഷ് വറി, ഡൗട്ട് ആൻഡ് ഫിയർ. ആകുലങ്ങളെയും ഭയപ്പാടിനെയും ആശങ്കകളെയും അകറ്റുവാൻ ഇതാ ഒരു പുതിയ വർഷം നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നു. ടു ലവ്, ലാഫ് ആൻഡ് ഗീവ്. സ്നേഹിക്കാൻ, ചിരിക്കാൻ, നൽകുവാൻ ഒരു പുതിയ വർഷം. ടു ലവ്, ലാഫ് ആൻഡ് ഗീവ്. ചിരിക്കുക, കൊടുക്കുക, മാത്രമല്ല ടു ലവ്, സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഈ പുതിയ വഴിയിൽ കൂടി പോകുമ്പോൾ ക്രിസ്തുവിന് എന്നിൽ കൂടി ചില കാര്യങ്ങൾ നടത്താനുണ്ടെന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾ പോകുമ്പോൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറ്റും, മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും സ്നേഹിക്കുന്ന നിഷ്കളങ്കമായ സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞു വരും. നിങ്ങൾ ഓർക്കും, എന്തൊരത്ഭുതം, ഞാൻ വിചാരിച്ചതുപോലല്ലോ ജീവിതം. എൻ്റെ കാര്യം അന്വേഷിക്കാൻ ഒരാളുണ്ടല്ലോ, എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, എൻ്റെ കണ്ണീർ തുടയ്ക്കാൻ ഒരാളുണ്ടല്ലോ, എൻ്റെ ഏങ്ങലടി ഏറ്റുവാങ്ങാൻ ഒരാളുണ്ടല്ലോ. സത്യം പ്രിയപ്പെട്ടവരെ, സമ്പൂർണ്ണ സത്യം ഞാൻ അനുഭവിച്ചുകൊണ്ടല്ലേ പറയുന്നത്. ഞാൻ അനുഭവിക്കുന്നു. കരച്ചിൽ കേൾക്കാൻ യേശുവുണ്ട്.
കണ്ണീര് തുടയ്ക്കാൻ യേശു ഉണ്ട്. ആകുലങ്ങൾ അകറ്റാൻ യേശു ഉണ്ട്. ഭാരങ്ങൾ മാറ്റാൻ യേശു ഉണ്ട്. നീ എന്തിനു കരയുന്നു മോനെ എന്ന് ചോദിച്ചുകൊണ്ട് അരികത്ത് വന്ന് പുറം തലോടിത്തരാൻ യേശു ഉണ്ട്. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അരികത്ത് ചേർന്ന് നിൽക്കാൻ യേശു ഉണ്ട്. ഞാൻ നിന്നെ വിട്ട് പോയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കാൻ യേശു ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. മോളെ, ഞാൻ നിന്നെ വിട്ട് പോയി എന്ന് ആര് നിന്നോട് പറഞ്ഞു? ഞാൻ നിന്നെ വിട്ട് പോയിട്ടില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചേർന്ന് നിന്ന് പുറം തലോടി തരാൻ യേശു ഉണ്ട്. സ്നേഹവാനായ യേശു, കർത്താവായ യേശു ക്രിസ്തു അവിടുത്തെ ആണിപ്പാടുള്ള കരം കൊണ്ട് നമ്മെ തലോടുമ്പോൾ അവിടെ പാപങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിൽ നിന്ന് പോയ തെറ്റുകളെല്ലാം ക്ഷമിക്കപ്പെട്ടു പോകുന്നു. എല്ലാം കഴുകപ്പെട്ടു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ പുതിയ പാതയിൽ കൂടി നടക്കാൻ ഒരു പുതിയ വീക്ഷണഗതി നമുക്ക് ലഭിക്കുന്നു. പുതിയ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കർത്താവിനോടൊരു വാക്ക് പറയണം. കർത്താവേ, അങ്ങനെ യേശുവിനോട് ചേർന്നുള്ള ഒരു യാത്രയുണ്ടെങ്കിൽ അതിന്ന് എനിക്ക് തുടങ്ങിത്തരണം. യേശുവിനോട് കൂടെയുള്ളൊരു യാത്രയൊന്നെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുതിയ വഴിയെ യാത്ര ചെയ്യാൻ ഇന്ന് അതിന് തുടക്കം കുറിച്ച് തരണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ അമാന്തിക്കരുത്. ഹൃദയം സമർപ്പിക്കാൻ വൈകരുത്. ദൈവത്തോട് ഒരു ഉടമ്പടി ചെയ്യാൻ വൈകരുത്. ഹൃദയത്തിൻ്റെ സകല ഭാരങ്ങളും ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ വൈകരുത്, താമസിക്കരുത്. ക്രിസ്തു ഇതാ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. അവൻ വാത്സല്യ വായ്പോടെ നിങ്ങളുടെ നേരെ തൻ്റെ ആണിപ്പോടെ കരം നീട്ടുകയാണ്. അവൻ കണ്ണുനീര് തുടയ്ക്കാൻ നിങ്ങളുടെ നേരെ ആ കരം നീട്ടുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ക്രിസ്തു, കഴിഞ്ഞ കാലങ്ങൾ മായ്ച്ചു തരാമെന്ന് പറയുന്ന ക്രിസ്തു, മോനെ എനിക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്ന ക്രിസ്തു, നീ ഇതുവരെയും പോയിട്ടില്ലാത്ത പുതിയ വഴിയിൽ കൂടി ഞാൻ നിന്നെ കരം പിടിച്ച് നടത്തിക്കൊള്ളാമെന്ന് പറയുന്ന ക്രിസ്തു, അവനിതാ നിങ്ങളുടെ ചേർന്ന് നിന്ന് നിങ്ങൾ കരുത്തിൽ പിടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇനിയുള്ള ഓരോ ദിവസവും, ഇനിയുള്ളതായ ഓരോ മണിക്കൂറും, ഓരോ സെക്കൻഡും നാഥ നിനക്കായി ഞാനിതാ വേർതിരിച്ച് വയ്ക്കുന്നു. എൻ്റേതെല്ലാം തീർന്നു യേശുവേ, എൻ്റേതെല്ലാം പിറയിലേക്ക് ഞാൻ എറിഞ്ഞു. നാഥ, പിറയിലേക്കെല്ലാം ഞാൻ മാറ്റി. എൻ്റെ യേശുവേ, ഞാനിതാ പുതിയൊരു ജീവിതം തുടങ്ങുന്നു. ഫ്രഷ് ന്യൂ ഇയർ ഞാനിതാ ആരംഭിക്കുന്നു. കർത്താവേ, നീ എൻ്റെ കൂടെ നിൽക്കണമേ, നീ എൻ്റെ കൂടെ പോരണമേ. എൻ്റെ കർത്താവേ, ഭാരമേറി ചൂടും പേറി ഞാൻ പോകുമ്പോൾ കർത്താവേ, നീ എനിക്ക് തണലും തുണയുമായി നിൽക്കണമേ. നീ എനിക്ക് സഹായിയായിരിക്കണമേ. നാഥ, നീ എന്നെ വിട്ട് പോകരുതേ. എൻ്റെ അതിക്രമങ്ങൾ നീ എന്നോട് പൊറുക്കണമേ. എൻ്റെ പാപങ്ങളുടെ മേൽ കണക്കിടരുതേ. എൻ്റെ കർത്താവേ, ലോകസ്നേഹം എന്നിലുള്ളത് കർത്താവേ, അത് എൻ്റെ പേരിൽ അകൃത്യമായി വരരുതേ. എല്ലാം മാറ്റിമറിച്ച് പൂർണ്ണാത്മീയനാക്കി എന്നെ മാറ്റണമേ കർത്താവേ. നാഥ, നീ കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ നീ കഴുകണമേ. കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ എൻ്റെ പാവക്കറകളെല്ലാം കഴുകണമേ. ആ തിരക്കത്തിൽ ഞാൻ ആശ്രയിച്ച് ഞാനിതാ നിൻ്റെ പാദപീഠത്തിൽ വന്ന് വീഴുന്നു. ആ തിരക്കത്തിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ പാദപീഠത്തിൽ ഞാൻ വീഴുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, നിൻ്റെ തിരക്തം എൻ്റെ മേൽ തളിക്കണമേ. ആ തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ തിരക്തത്തെ മാനിച്ചൊരു പുതിയ ജീവിതം ഞാൻ നയിക്കുന്നു. ഞാനിതാ നിന്നോട് ഉടമ്പടി പറയുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ പൊന്നു കരങ്ങളിലേക്ക് ഞാനിതാ എന്നെ ഏൽപ്പിക്കുന്നു. സമർപ്പിക്കൂ പ്രിയപ്പെട്ടവരെ, അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. ഈ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്താതെ രക്ഷകൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പുതുവർഷത്തിൻ്റെ പുതുപാതകളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു പുതിയ സമർപ്പണം എടുക്കുക. പുതിയ ജീവിതം തുടങ്ങുക. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ആശ്വാസകരമായ ജീവിതം നയിക്കുക. ഒരു നാൾ കർത്താവായ യേശു വീണ്ടും വരുമ്പോൾ അവൻ്റെ സന്നിധിയിലേക്ക് പറന്നു ഉയരാൻ ഒരുങ്ങുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിലേക്ക് പറന്നു ഉയരാൻ ഒരുങ്ങിക്കൊള്ളുക. അതിവേഗം ഒരുങ്ങിക്കൊള്ളുക. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ, വിശുദ്ധന്മാർ പറന്നു ഉയരുമ്പോൾ, കർത്താവേ, നയവാന്മാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞ് എതിരേൽപ്പാനായി പുറപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ പറന്നു വരാൻ ഞാനിതാ ഒരുങ്ങുന്നു. ഞാനിതാ സമർപ്പിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവേ, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നാഥ, നിനക്കായി എൻ്റെ ജീവിതം ഞാനിതാ വേർതിരിക്കുന്നു. സമർപ്പിക്കൂ. ഹല്ലേലൂയ. യേശു നിങ്ങളെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ കരങ്ങളെ ഉയർത്തുവീൻ. ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ നിങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അയോഗ്യരെങ്കിലും, അപ്പോൾ ഞങ്ങൾ അനർഹരെങ്കിലും അവിടെ നിങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ രീതിയിലേക്ക് വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് വചനം കേട്ട
ഓരോരുത്തരെയും എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ കരം തൊടണമേ. കർത്താവെ, ഓരോരുത്തരെയും അവിടുത്തെ കരം പിടിക്കണമേ. കർത്താവെ, ഒരു പുതിയ പാതയിൽ കൂടി നടപ്പാനുള്ളതായ കഴിവും കൃപയും നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി വിശുദ്ധീകരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.